വീട് കടത്ത് തേങ്ങ മാങ്ങച്ച കാട്ട് ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെല്ലെ കാലാവസ്ഥയിലേക്ക് വീട് കെടുത്തേ. ഇപ്പൊ കണ്ട വീഡിയോ ഭാഗം ഉണ്ടല്ലോ, ഈ വീഡിയോ ഭാഗത്തിൽ എന്താ കുട്ടി പറയണമെന്നറിയോ? ഒരു +1 സ്റ്റുഡന്റ് ആണ്. ആ സ്റ്റുഡന്റ് പറയുന്നത് പ്രിൻസിപ്പലിനോടാ പറയുന്നത്, എന്നെ ഈ ഓഫീസ് റൂമിനകത്തിട്ട് ഇവിടെ ഇട്ട് മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് കംപ്ലൈന്റ് കൊടുക്കുന്നു. നോക്കൂ, എന്താണ് ഇതിങ്ങനെ പറയാൻ കാരണം? ഇവിടെ ഇപ്പൊ പോക്സോ കേസുണ്ട്, മറ്റു പീഡന കേസുണ്ട്, അതുണ്ട് ഇതുണ്ട്, സകല കേസുകളും കുട്ടികൾക്ക് അനുകൂലമാണ്. ഇവിടെ ഈ വീഡിയോ മറ്റൊരു അധ്യാപകൻ എടുത്തതാണ്. ഈ അധ്യാപകനോട് കയർത്ത് സംസാരിക്കുമ്പോൾ, മോശമായി സംസാരിക്കുമ്പോൾ പണിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പേടിയുള്ള, ജീവനിൽ പേടിയുള്ള, ജീവിതത്തിൽ പേടിയുള്ള, കുട്ടികളും പെണ്ണുങ്ങളുമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള അധ്യാപകർ, അവർ മനുഷ്യരാണല്ലോ, അവരിൽ ഒരാൾ എടുത്ത വീഡിയോ ആണത്. ഒരുപക്ഷെ ഈ വീഡിയോ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ആ അധ്യാപകരെല്ലാം പീഡന കേസിൽ അകത്തു പോയേനെ. നമുക്ക് ആ വീഡിയോ മുഴുവൻ ഒന്ന് കാണാം, എന്നിട്ട് വരാം. ഞാൻ ഇവിടെ നല്ലപോലെ രീതിക്ക് സ്കൂളിൽ സത്യമായിട്ട് ഞാൻ പോകുള്ളൂ. ഞാൻ അങ്ങനെ സ്വഭാവം എന്താ വീട് കടത്ത് തേങ്ങ മാങ്ങച്ച കാട്ട് ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെല്ലെ കാലാവസ്ഥയിലേക്ക് വീട് കെടുത്തേ. സാറിന് പിന്നെ എവിടെയെങ്കിലും പുറത്ത് കിട്ടിയ തീർത്തുനാണ് കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. എന്നിട്ട് ഫോൺ വേണ്ട. ഈ സംഭവം നടക്കുന്നത് പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ആ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയ സ്കൂളാണ്. അവിടെ വളരെ പ്രായം ചെന്നവരൊക്കെ പഠിച്ച പാരമ്പര്യമുള്ള നല്ലൊരു സ്കൂൾ. ആ സ്കൂളിൽ യാതൊരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല. പക്ഷെ ആ സ്കൂളിലാണ് ഒരു വിദ്യാർത്ഥി, ഒരു +1 വിദ്യാർത്ഥി ഇത്തരത്തിൽ പെരുമാറുന്നത്. വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്ന് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും, അതായത് PTA തീരുമാനമാണ്. ആ തീരുമാനം അനുസരിച്ച് ഫോൺ കൊണ്ടുവന്നാൽ ശരിയാവില്ല. അങ്ങനെ ഫോൺ കൊണ്ടുവന്ന വിദ്യാർത്ഥി ക്ലാസ്സിൽ വെച്ച് അധ്യാപകൻ ആ ഫോൺ പിടിച്ചെടുക്കുന്നു, കാണുന്നു, കോളേജിൽ നിന്ന് കാണുന്നു, ആ ഫോൺ പിടിച്ചു വാങ്ങി പ്രിൻസിപ്പളിന് കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഓഫീസിൽ വന്നാണ് ഈ കുട്ടി കാണിക്കുന്നത്. അതായത് ഓഫീസിൽ വന്നിട്ട് മര്യാദയ്ക്ക് എന്റെ ഫോൺ തന്നോ, കസേരയൊക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം എവിടെ എത്തി നിൽക്കുന്നു എന്നാണ്. ഇങ്ങനെ എത്തി നിൽക്കാൻ എന്താണ് കാരണം? ഇവിടെ ഈ ഒരു വീഡിയോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ അധ്യാപകൻ ഈ വീഡിയോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പ്രധാന അധ്യാപകൻ അടക്കം വെണ്ടയ്ക്ക നിർത്തി, വലിയ ഫോട്ടോ നിർത്തി, വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു എന്ന കുറ്റത്തിന് പോക്സോ കേസ് അടക്കമുള്ള കേസുകളിൽ അകത്തായേനെ, ജാമ്യം എടുക്കാതെ പായേണ്ടി വന്നേനെ. എത്രയോ കള്ളക്കേസുകൾ, എത്രയോ കേസുകൾ ഇവിടെ ഉണ്ട്. അധ്യാപകൻ പീഡിപ്പിച്ചു, കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസുണ്ട്. എനിക്കറിയാവുന്ന കേസുണ്ട്. 20 വർഷത്തെ ശിക്ഷ, ആ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് ജയിലിൽ കിടക്കുന്ന അധ്യാപകരുണ്ട്. യാതൊരു തെറ്റും ചെയ്യാത്തവരാ. ഇതുപോലെ വിദ്യാർത്ഥികൾ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പോക്സോ കേസ് ആവുമ്പോൾ, അല്ലെങ്കിൽ അതുപോലുള്ള കേസുകൾ, പീഡന കേസുകൾ ആവുമ്പോൾ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം, നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ അധ്യാപകനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വീഡിയോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ അധ്യാപകൻ എങ്ങനെ ആ കുട്ടിയെ മാനസികമായി ടോർച്ചർ ചെയ്തിട്ടില്ല എന്ന് എങ്ങനെ തെളിയിക്കും? എങ്ങനെയാണ് തെളിയിക്കുക? ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. പോലീസ് അധികാരികളും ഈ നിയമമൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ സന്ദർഭത്തിലാണ്. ഈ ഒരു വീഡിയോ ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ ഉള്ളത് കൊണ്ട് അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാനും പരാതി കൊടുക്കാനും ഒക്കെ കഴിഞ്ഞു. കുട്ടിയുടെ ഭീഷണി എന്തായിരുന്നു? എന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് നാട്ടുകാരോട് മുഴുവൻ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന. അങ്ങനെ നാട്ടുകാരിൽ ആരെങ്കിലും ഒരാളോട് പറഞ്ഞാൽ എല്ലാവരും കൂടെ കയറി നിരങ്ങൂലി അവിടെ അധ്യാപകരെ. അത് തന്നെയല്ലേ സംഭവിക്കുക? തങ്ങൾ നിരപരാധിയാണെന്ന് അവരെങ്ങനെ തെളിയിക്കും? ആ ദൃശ്യത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കൂ. അവിടെ മറ്റാരും ആൾക്കാരെ ഉള്ളൂ, വീഡിയോ എടുത്തിട്ടില്ല. അവിടെ ആ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചു, ഹരാസ് ചെയ്തു, ബുദ്ധിമുട്ടിച്ചു. ആ മൊബൈൽ ഫോൺ കണ്ടതിന് അതിനകത്ത് വേറെ ആരുടെങ്കിലും കോണ്ടാക്ട് കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ ചിത്രം കണ്ടു, അവരുമായി ചേർത്ത് പറഞ്ഞു, മോശമായി സംസാരിച്ചു, എന്തെല്ലാം പറയാം. ഇവിടെ കൊന്നുകളയുമെന്നാണ് പറഞ്ഞത്. മര്യാദക്ക് എന്റെ ഫോൺ കൊണ്ടുവാ, എന്റെ ഫോൺ കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നീയൊക്കെ എന്റെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് ഞാൻ നാട്ടുകാരോട് മുഴുവൻ പോയി പറഞ്ഞു കൊടുക്കും. ഫോൺ തരാൻ പറ്റില്ല, നീ എന്ത് ചെയ്യുമെന്ന് വെച്ചപ്പോ എന്താ പറയുന്നത്? കൊന്നുകളയും. പുറത്തു വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അധ്യാപകനെ കൊന്നുകളയുന്ന വധഭീഷണിയാണ് മുഴക്കുന്നത്. അതും +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ ലെവലിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടുത്തെ ഗതി? എങ്ങനെയാണ് പോകുന്നത്? ഇതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, പഴയകാല വിദ്യാഭ്യാസ രീതി അതാണ് വേണ്ടത്. പുതിയ കാല സിലബസും പഴയകാല വിദ്യാഭ്യാസ രീതിയും. അന്നായിരുന്നെങ്കിലോ ഈ വിദ്യാർത്ഥിയെ പിടിച്ച് ചോറിൽ നിന്ന് ചന്തയ്ക്ക് 2 പെടപടച്ചിട്ട് മര്യാദയ്ക്ക് ഇരുന്നോ എന്ന് പറയാം. രക്ഷിതാവിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറയാം, താക്കീത് കൊടുക്കാം, ഇതൊക്കെ ചെയ്യാം. കുട്ടികളെ നന്നാക്കി എടുക്കാൻ നല്ല സാഹചര്യമുണ്ട്. പക്ഷെ ഇന്നങ്ങനെയാണോ? ആ കുട്ടിയോട് കയർത്ത് ആ അധ്യാപകൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ മാനസിക പീഡനത്തിന് അല്ലെങ്കിൽ ലൈംഗിക പീഡനത്തിന് കേസാണ്.
12 സെക്കൻഡ് നോക്കിയാൽ തന്നെ കേസാന്നാ പറയുന്നത്. അതിന് ആൺ പെണ്ണ് വ്യത്യാസമൊന്നും ഇല്ലല്ലോ. 18 വയസ്സിൽ താഴെയുള്ള ആണായാലും പെണ്ണായാലും കുട്ടികൾ പറയുന്നതാണ് വില. ഇവിടെ എന്തായാലും ഈ അധ്യാപകനോട് കയർക്കുന്ന സമയത്തും അതുപോലെ ആ അധ്യാപകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോഴും അതുപോലെ മൊബൈൽ ഫോൺ തന്നില്ല എന്നുണ്ടെങ്കിൽ തച്ചു പൊളിക്കുമെന്ന് പറയുന്നതും അവിടെ കസേരയും മറ്റുമെല്ലാം വലിച്ചു പറിച്ചെടുത്ത് കളഞ്ഞിട്ട് പോകുന്നതും ഒക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആ അധ്യാപകൻ വീഡിയോയിൽ പിടിച്ചതുകൊണ്ട് മാത്രം, മൊബൈൽ വീഡിയോയിൽ പിടിച്ചതുകൊണ്ട് മാത്രമാണ് ആ സ്കൂളിലെ അധ്യാപകരും ആ സ്കൂളും രക്ഷപ്പെട്ടത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊന്നായിരിക്കും കേൾക്കുക. അതായത് ആ പ്രധാന അധ്യാപകൻ അടക്കം പീഡന കേസിൽ പലരും അകത്തു പോയനെ. ഇതിനിടയിൽ ഒരു വനിത, ഒരു ടീച്ചർ അങ്ങോട്ട് വരുന്നുണ്ട്. മറ്റേതോ ഒരു അധ്യാപകനാണ് വീഡിയോ എടുക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോ കുടുംബവുമായി ജീവിക്കുന്ന ആ ടീച്ചർ അടക്കം, ആ അധ്യാപകരടക്കം അവരുടെ കുടുംബം മുഴുവൻ നശിച്ചു പോകാൻ ഈ വിദ്യാർത്ഥിയുടെ ഒരൊറ്റ വാക്ക് മതി എന്ന് മനസ്സിലാക്കണം. ഇതാണ് ലോകം. നമ്മുടെ കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത്? കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു. എന്താണ് അവിടെ ചെയ്യുന്നത്? എന്താണ് അവർ സംസാരിക്കുന്നത്? അവരുടെ കൂട്ടുകെട്ട് എന്താണ്? മുട്ടയിൽ നിന്ന് വിരിയുന്നതിന് മുമ്പ് മൊബൈൽ ഫോൺ കൊടുത്തു വിടുമല്ലോ. വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ ചിന്തിക്കണ്ടേ, നിനക്ക് മൊബൈൽ ഫോൺ ഇവിടെ വെച്ച് യൂസ് ചെയ്യാനാണ്, സ്കൂളിലേക്ക് പോകുമ്പോൾ അത് കൊണ്ടുപോകാൻ പാടില്ല, അവിടെ വിലക്കിയിട്ടുണ്ട്, PTA തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകരുത്. എന്തേ ഇത് വീട്ടിലുള്ള രക്ഷിതാക്കൾ എന്തേ പറയാത്തത്? ഇനി ഒരു പക്ഷേ ഈ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഈ അധ്യാപകർക്കെതിരെ ഈ കുട്ടി, ഈ വിദ്യാർത്ഥി കള്ളപ്പരാതി പറയുമ്പോൾ ആ കള്ളപ്പരാതിക്ക് പിന്നാലെ ആ രക്ഷിതാക്കളും നാട്ടുകാരും ഒന്നാകെ ഇറങ്ങുമായിരുന്നല്ലോ. ആ രക്ഷിതാക്കൾക്ക് അറിയുമോ ഈ വിദ്യാർത്ഥിയുടെ സ്കൂളിലെ പെരുമാറ്റം എന്താണ്, അല്ലെങ്കിൽ നാട്ടിലെ പെരുമാറ്റം എന്താണ് എന്നുള്ളത്? വീട്ടിൽ നല്ല പിള്ളയായിരിക്കാം. നമ്മൾ മനസ്സിലാക്കണം, സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ എങ്ങനെയാണ്, മറ്റുള്ളവരോട് എങ്ങനെയാണ് എന്ന് നോക്കണം. വീട്ടിലെ ശീലങ്ങൾ മാത്രമല്ല. ഏതായാലും കള്ളക്കേസിൽ കുടുക്കി ആ അധ്യാപകരുടെ ജീവിതം നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ, കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോ, കൊലപാതക ഭീഷണി ഉയർത്തിയപ്പോ അത് വീഡിയോ എടുക്കാൻ തോന്നിയ ആ അധ്യാപകന് ഒരു നല്ല സല്യൂട്ട് കൊടുക്കണം. നല്ല സ്കൂള്, കാലങ്ങളായിട്ടുള്ള സ്കൂളല്ലേ. എത്ര കാലങ്ങളായിട്ട് എത്ര ആൾക്കാർ പഠിച്ചുപോയി, വലിയ വലിയ സ്ഥലത്തെത്തിയ ആൾക്കാർ അവിടെ ഉള്ളതൊക്കെ. എന്നിട്ട് അങ്ങനത്താണ് ഇപ്പൊ 2 കൊല്ലമായിട്ടാണ് ഈ കുട്ടികളിങ്ങനെ, ഈ ചെറിയ കുട്ടികൾക്കാണ് വലിയ കുഴപ്പം, വലുതിനല്ലേ. എന്താ ഞങ്ങൾ ഈ നാട്ടുകാരെ എന്താ ചെയ്യാ? ഞങ്ങൾക്കൊരു സ്കൂളാണ് ഇങ്ങനെ, ആനക്കര സ്കൂൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട്. നമ്മളൊക്കെ പഠിച്ച സ്കൂളാണല്ലോ അല്ലേ? അതന്നെ, ഞങ്ങൾ പഠിച്ചത് ഞങ്ങളുടെ നാട്, ഞങ്ങൾ ഇതിന്റെ അടുത്തുള്ള ആൾക്കാരാണ്. എന്താ ചെയ്യാ? എത്ര പോന്നതാ, മാഷ് പുറത്തിറങ്ങിയാ കൊന്നു കളയുന്ന പറയുന്നു. സാറ് നോക്കി എത്രയോ ചെറുതായി. എന്നിട്ട് അത് മാഷോട് പറയുന്ന കേട്ടാ, പ്രിൻസിപ്പാളിനോട് പറയുന്ന കേട്ടില്ലേ? കുട്ടി പറയുന്നുണ്ട്, ഞാൻ പറയും ഇന്നെങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടിയെന്ന് ഞാൻ പറയുന്നു. അപ്പൊ നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവില്ല അയാൾ കാട്ടിയില്ലാന്ന്. സ്കൂളിൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. PTA തീരുമാനിച്ചു. മാഷന്മാരുടെ മീറ്റിങ്ങിലും രക്ഷിതാക്കളുടെ മീറ്റിങ്ങിലും ഒക്കെ എപ്പോഴും പറയുന്നത്. എന്നാ ഇവരും എല്ലാവരും ഇതായിട്ട് തന്നെയാണ് നടക്കുന്നതും. പക്ഷേ ഈ ക്ലാസ് ടീച്ചർ കണ്ടുകൊണ്ട് അങ്ങനെ പിടിച്ച് അത് പ്രിൻസിപ്പാളിനെ കൊണ്ട് ഏൽപ്പിച്ചതാ. പ്രിൻസിപ്പാളിനെ എടുത്തിട്ട് മേടിക്കാൻ പോയായിരിക്കും. അവിടെ നിന്നാണ് ഇപ്പൊ ഈ പരിപാടിയൊക്കെ. ഇന്നലെ കസേര വലിച്ചെറിഞ്ഞ് പോകുന്നുണ്ട്. ആകെ 11ലാ പഠിക്കുന്നത്. ഇന്നലെ കസേരയൊക്കെ വലിച്ചെറിഞ്ഞ് പോകുമ്പോ നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് എത്ര കോരി തരിക്കുകയൊക്കെ. ഇത്ര പോകുന്ന കുട്ടികളൊക്കെ ഇത് കാണിക്കുമ്പോ. Different angles. Don't forget to subscribe and support this channel.